വായിച്ചേ. അങ്ങനെ തന്നെ 33 ലൂക്ക്. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ. നോക്കിയേ ഇവിടുത്തെ വാക്ക് കണ്ടോ? ഈ വാക്ക് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാ. ഇങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ നമുക്കുള്ളത് മൊത്തം വിറ്റ് കളയണമെന്നല്ല അതിന്റെ അർത്ഥം. ഹലോ, വിട്ടുപിരിയണമെന്ന് പറഞ്ഞാൽ വിറ്റ് കളയണമെന്നല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് ബാബു ചെറിയാൻ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. ശ്രദ്ധിച്ചോണേ, വിറ്റ് കളയണമെന്നല്ല, വിട്ടുപിരിയണമെന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമുക്കത് ഉള്ളപ്പോൾ തന്നെ ഈ അബ്രഹാമിന്റെ ഭവനത്തിൽ അവന്റെ ഏക മകനായ ഏകജാതനായ ഇസഹാക്ക് ഉള്ളപ്പോൾ തന്നെയും അവൻ എങ്ങനെയാ ജീവിച്ചെന്നറിയാവോ? അവനെ യാഗത്തിൽ തിരിച്ചു കിട്ടിയപ്പോഴും ഇസഹാക്ക് അവന്റെ മുമ്പിൽ കൂടെ കിടന്ന് ഓടുക. അബ്രഹാമിന് അന്നേരവും അറിയായിരുന്നു, ഇവൻ എൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്ക് ആണെങ്കിലും അവന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാനല്ല, അവന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്. പ്രിയരെ, കുഞ്ഞ് നിന്റെ ഭവനത്തിൽ കൂടെ നടക്കുമ്പോഴും അവൻ നിന്റെ മുമ്പിൽ വളർന്നാലും ദൈവം നിനക്കൊന്ന് അനുഗ്രഹം നിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ നീ മനസ്സിലാക്കണം, അത് നിന്റേതല്ല. ദൈവം നിനക്ക് ചില കാലഘട്ടത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. നമ്മുടെ പലപ്പോഴും കുഴപ്പമൊന്നറിയോ? ദൈവം ഉപയോഗിക്കാൻ തന്നതിനെ നമ്മൾ ദൈവത്തെക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയാണ്. മനസ്സിലായോ? പണം നമ്മൾ ഉപയോഗിക്കല്ലേ, ഉറപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കണം. വിഷയം എന്ത് പറ്റുന്നറിയോ? കാലങ്ങൾ മാറി മാറി പണം ഇപ്പോൾ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുക. ആ അവസ്ഥയിലേക്ക്, വിശുദ്ധ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് പോകല്ലോ. എല്ലാ